ടേസ്റ്റി ആയിട്ടുള്ളതാണ്. കുട്ടികളൊക്കെ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മളിത് ബ്രെഡ് കൊണ്ടാണ് തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടി 1-2 ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, ഞാനിപ്പോൾ നിഡോയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത്, ഇഷ്ടമുള്ളത് എടുക്കുക. പിന്നെ അതോടൊപ്പം തന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കയ്യിൽ ഏതെങ്കിലും ക്രീം ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ക്രീം കയ്യിലില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊന്ന് ചൂടാക്കി തണുപ്പിച്ചെടുത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയുടെ അളവൊന്നും കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. വാനില എസൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ അതിൻ്റെ ആവശ്യം തീരെ ഇല്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കുക. ഫ്രിഡ്ജിൽ വെച്ച ക്രീം ആയത് കാരണമാണ് ഇതൊന്ന് അലിയാൻ വേണ്ടി കുറച്ച് പാട്. നല്ലതുപോലെ സ്പീഡിൽ ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ കൂട്ടിലോട്ട് ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് ഞാൻ ഒരു നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ